ഗുഡ് മോർണിംഗ് ഓൾ. ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താ വെച്ചാൽ, നമ്മൾ പലപ്പോഴും പലർക്കും അറിയാതെ പോകുന്ന ഒരു കാര്യമാണ്. അതായത് നിങ്ങളൊരു വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നു, നിർഭാഗ്യവശാൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു. അതും ഈ ടെലിഫോൺ പോസ്റ്റിൽ ഇടിച്ചിട്ട് ടെലിഫോൺ പോസ്റ്റ് ഒടിഞ്ഞ് വീഴുന്നുണ്ട്. അപ്പോൾ KSEBിലേക്ക് നമുക്ക് ഈ ടെലിഫോൺ പോസ്റ്റ് ഇടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ അവർക്കൊരു കോമ്പൻസേഷൻ നമ്മൾ കൊടുക്കണം. മിനിമം ഒരു 7,000, 8,000, 10,000 രൂപ വരെ അവർ നമ്മുടെ അടുത്ത് ക്ലെയിം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ കോസ്റ്റ് നമുക്ക് കിട്ടുമോ, ഇൻഷുറൻസ് കിട്ടുമോ ഇല്ലേ എന്നാണ് പലരുടെയും സംശയം. ആ സംശയം ദൂരീകരിക്കുകയാണ് ഈ മെസ്സേജായിട്ട് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ വാഹനം ഏതെങ്കിലും ആയിക്കോട്ടെ, അതിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ലൈവായിട്ട് ഉണ്ട് എങ്കിൽ ഈ നിങ്ങളുടെ വാഹനം ഈ പോസ്റ്റിൽ ഇടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഷുറൻസിൽ നിന്ന് ക്ലെയിം ചെയ്യാം. നിങ്ങൾ KSEBിൽ അടയ്ക്കുന്ന തുകയ്ക്ക് മുഴുവൻ. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ വണ്ടിയുടെ ഫോട്ടോ, ഈ പോസ്റ്റ് ഒടിഞ്ഞു വീണതിൻ്റെ ഫോട്ടോ, പിന്നെ ലോക്കൽ ഒരാളുടെ ഒരു ഡിക്ലറേഷൻ, അവരെ കണ്ടതായിട്ട് ദൃക്സാക്ഷി വിവരണ ഒരു റിക്വസ്റ്റ്, ഇത് കഴിഞ്ഞ് പുതിയ പോസ്റ്റ് വയ്ക്കുമ്പോൾ ആ പോസ്റ്റിൻ്റെ ഒരു ഫോട്ടോ, KSEBിൽ പൈസ അടച്ചതിൻ്റെ റെസീറ്റ്, നിങ്ങൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്തൊരു FIR, ഇതെല്ലാം കൂടി കൂട്ടി നിങ്ങൾ ഇൻഷുറൻസ് ക്ലെയിം സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ എമൗണ്ട് ഇൻഷുറൻസിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അതായത് FIR ഫയൽ ചെയ്യണം, നിങ്ങളുടെ വണ്ടിയുടെ ഫോട്ടോ എടുക്കണം, ഒടിഞ്ഞ പോസ്റ്റിൻ്റെ ഫോട്ടോ എടുക്കണം, പുതിയ പോസ്റ്റ് വെച്ചതിൻ്റെ ഫോട്ടോ എടുക്കണം, അയൽവാസികൾ ആരെങ്കിലും നിങ്ങളൊരു ലെറ്റർ മേടിക്കണം, ദൃക്സാക്ഷിയുടെ ലെറ്റർ മേടിക്കണം, KSEBിലെ റെസീറ്റ് വേണം, പോലീസിൽ പരാതിപ്പെട്ട് അതിൻ്റെ ഒരു FIR കയ്യിൽ വെച്ച് ഇതെല്ലാം കൂട്ടി നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ എത്രയാണോ നിങ്ങൾ KSEBിക്ക് ഈ പോസ്റ്റിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ആ എമൗണ്ട് മുഴുവൻ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഈ വിവരം അറിയില്ലാത്തവർക്കാണെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.